നമസ്കാരം. കൈരളി ഓൺലൈൻ മന്ത്രിയുടെ മേസോ ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കണ്ട് പരിശീലിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിന്റെ തുടർ ഭാഗമായിട്ടുള്ള സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ വ്യവകലനമാണ്. നമ്മൾ അഡിഷൻ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ സബ്ട്രാക്ഷനിലും ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ അഡിഷൻ വരുന്ന സമയത്ത് ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. രണ്ടും ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ളതും ഡിഫറന്റ് ആയിട്ടുള്ളതും. അപ്പോൾ നമുക്ക് സെയിം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 7-3 മൈനസ് 7-2. 7-3 മൈനസ് 7-2. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടിന്റെയും ഛേദം എത്ര തന്നെയാണ്? 7 തന്നെയാണ്. നമ്മൾ അഡീഷനിൽ പറഞ്ഞു രണ്ടിന്റെയും ഛേദം സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസറിലും എന്ത് തന്നെയായിരിക്കും? 7. പൊതുവായ ഛേദമായി എഴുതും. അഡീഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? അംശങ്ങള് കൂട്ടി അംശമായി എഴുതി. ഇവിടെയും അതേപോലെ തന്നെയാണ്. എന്താ? അംശങ്ങള് കൂട്ടുന്നതിന് പകരം കുറയ്ക്കുന്നു. അംശങ്ങൾ 3 മൈനസ് 2, അതായത് 7-1. അതായത് ഒരു വ്യത്യാസവും. നമുക്ക് ജനറലൈസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പറയാം, പ്ലസ് ഓർ മൈനസ്. പ്ലസ് ആയാലും മൈനസ് ആയാലും. പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്യും, മൈനസ് ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലസ് ഓർ മൈനസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോ സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എഴുതും. എന്ത് ചെയ്തു? നമ്മുടെ അംശങ്ങൾ തമ്മിൽ കുറച്ച് അംശമായി. കൂട്ടുകാരാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ കൂട്ടി അംശമായി. നമുക്ക് ഛേദങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. 7-3 മൈനസ് 5-1. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഛേദങ്ങൾ ഡിഫറന്റ് ആണ്. ആദ്യ ഭിന്നസംഖ്യയുടെ ഛേദം 7, രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദം 5. അപ്പൊ നമ്മൾ അഡിഷൻ പറഞ്ഞ സമയത്ത് ചെയ്ത അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. എന്ത് ചെയ്യുക? ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദം എഴുതുക. 7 ഗുണനം 5. അംശത്തിന്റെ കേസിൽ നമ്മൾ അവിടെ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക. എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ എതിർഗുണനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇത് കാണാത്തവർ ദയവ് ചെയ്ത് അത് കണ്ട് മനസ്സിലാക്കുക. എന്ത് ചെയ്യുന്നു? 3 ഗുണനം 5 മൈനസ് 1 ഇൻറ്റു 7. ഓക്കെ. എന്ത് ചെയ്യുന്നു? 3 ഇൻറ്റു 5 15 മൈനസ് 1 ഇൻറ്റു 7 7. ഡിനോമിനേറ്റർ 35 തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? 15 മൈനസ് 7 8. ഡിനോമിനേറ്റർ 35. അതായത് 35 8 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം. പ്ലസ് ഓർ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിന് ചേഞ്ച് ഒന്നുമില്ല. ന്യൂമറേറ്റർ മാത്രം എന്ത് ചെയ്യും? പ്ലസ് ഓർ മൈനസ്. പ്ലസ് ആണെങ്കിൽ പ്ലസ് ചെയ്യാം, മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യാം. ഇതാണ് എന്താ സബ്ട്രാക്ഷന്റെ റൂൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. അഡിഷൻ പോലെ തന്നെയാണ് സബ്ട്രാക്ഷനും. ഇവിടെ അഡിഷന്റെ സമയത്ത് എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കൊരു പ്രോബ്ലമായി വരത്തില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഉറപ്പായും തെറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്തു നോക്കുക. നമുക്ക് തൊട്ടടുത്ത പോർഷനായ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. ഭിന്നസംഖ്യയുടെ ഗുണനവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. 8-3 ഗുണനം 7-5. അപ്പൊ നമ്മൾ നേരത്തെ അഡിഷന്റെ കേസിലും സബ്ട്രാക്ഷന്റെ കേസിലും പറഞ്ഞു അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിനോമിനേറ്റർ ഫാക്ടർ ആണ്. ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പോ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നമുക്ക് ഒരു ഫാക്ടറേ അല്ല. ചെയ്യുന്ന വളരെ സിമ്പിൾ മെത്തേഡാണ്. എന്ത് ചെയ്താൽ മതി? നമ്മുടെ ന്യൂമറേറ്ററുകൾ തമ്മിൽ അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായും ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായും നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. നോക്കാം നമുക്ക്. ഛേദങ്ങളായിട്ടുള്ള 8ഉം 7ഉം. അപ്പോ 8 ഇൻറ്റു 7. ന്യൂമറേറ്റർ ആയിട്ട് 3 ഇൻറ്റു 5. ഓക്കെ. ഈക്വൽ ടു 15/56. അപ്പോ 56-15. വളരെ സിമ്പിൾ ആണ്. വേറെ ഒരു കാര്യവും നോക്കണ്ട. നേരത്തെ ഛേദം തുല്യമാണോ എന്നൊക്കെ നോക്കേണ്ടി വന്നു. ഇവിടെ ഒന്നും നോക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായും അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായി എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3-2 ഇൻറ്റു 4-3. എന്ത് ചെയ്താൽ മതി?
നമ്മുടെ ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദം എഴുതുക. 3 ഗുണം 4 സമം 12. ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അംശം എന്ന് പറയുന്നത് 3 × 2 എത്രയാണ്? 6. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ സെയിം ഫാക്ടർ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. 3 ടൈംസ് ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് 6 ടൈംസ് ഉണ്ട്. വീണ്ടും നമുക്ക് 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. 1 2 1/2 എന്ന് കിട്ടും. ഇത് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് റൂൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായി എഴുതുക, അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായി എഴുതുക. ഇനി നമുക്ക് ഭിന്നസംഖ്യകൾ തമ്മിലുള്ള ഹരണത്തിലേക്ക് പോവാം. ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഇപ്പൊ 2 ഭിന്നസംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് ഹരണം ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 8/3 ഭാഗം 7/5. അപ്പൊ 2 ഭിന്നസംഖ്യകൾ തമ്മിലുള്ള ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ഇല്ല. നമ്മൾ ചെയ്യുന്നത് അവിടെ വിൽക്രമം എന്ന് പറയുന്ന ഒരു പുതിയ കാര്യത്തെ പറ്റി അറിയണം. എന്താണ് വിൽക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭിന്നസംഖ്യയുടെ അംശത്തെ ഛേദമായും ഛേദത്തെ അംശമായും എഴുതുന്നതിനെയാണ് അതിന്റെ വിൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. അതായത് A/B എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയുടെ വിൽക്രമം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഛേദത്തെ എടുത്ത അംശമായും ഈ അംശത്തെ എടുത്ത് എന്തുമായി എഴുതാം? ഛേദമായും എഴുതാം. അപ്പോ എന്താണ് ഡിവിഷൻ, എന്താണ് ഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. 2 ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുന്നതിന് തുല്യമാണ്. എന്താ? ആദ്യ ഭിന്നസംഖ്യയെ രണ്ടാമത്തെ ഭിന്നസംഖ്യ കൊണ്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിക്കുന്നത്. അതായത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഭിന്നസംഖ്യക്ക് മാറ്റമില്ല. ഈ ഹരണ ചിഹ്നം മാറി എന്തായി മാറും? ഗുണനമായി മാറും. ഗുണനമായി മാറുമ്പോ രണ്ടാമത്തെ ഭിന്നസംഖ്യക്ക് ഒരു വ്യത്യാസം ഉണ്ടാവുന്നു. ആ വ്യത്യാസമാണ് എന്ന് പറയുന്നത് വിൽക്രമം എന്ന് പറയുന്നത്. അപ്പൊ വിൽക്രമം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഛേദം അംശമാവുകയും അംശം ഛേദമാവുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യും? 2 ഭിന്നസംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ അറിയാം. എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ ആയും ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ ആയും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം വിൽക്രമം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഏത് ഭിന്നം കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതിന്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. അത് മാറിപ്പോകുന്നത്. അല്ലാതെ ആദ്യ ഭിന്നസംഖ്യയുടെ വിൽക്രമം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യരുത്, തെറ്റിപ്പോകുക. അപ്പോ ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് നോക്കാം. 11/5 ഭാഗം 13/7. എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞ മെത്തേഡ് അതുപോലെ തന്നെ ആലോചിച്ച് നോക്കുക. ആദ്യ ഭിന്നസംഖ്യക്ക് ഒരു മാറ്റവും ഇല്ല. ആദ്യ ഭിന്നസംഖ്യയുടെ മാറ്റം എന്താ? ആദ്യ ഭിന്നസംഖ്യ എന്ത് തന്നെയാണ്? 11/5. എന്ത് ചെയ്യും? ഡിവിഷൻ എന്ന് പറയുന്ന കാര്യം എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറുമ്പോ നമ്മുടെ രണ്ടാമത്തെ ഭിന്നസംഖ്യക്ക് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാകുന്നു. എന്താണ്? റെസിപ്രോക്കൽ. അതായത് അംശത്തെ ഛേദമായും ഛേദത്തെ അംശമായി എഴുതുന്നു. സീക്വൽ ടു എന്ത് ചെയ്യും നമ്മള്? ഇനി മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് 13 × 5 65 ഡിവൈഡഡ് ബൈ 11 × 7 77. അപ്പോ ഈ 4 കാര്യങ്ങൾ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം ഇത്രയുമാണ് ഇതില് ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട 4 ക്രിയകൾ. ഇനി ഇതില് സ്ക്വയറും സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കുന്ന മെത്തേഡുകളും ഉണ്ട്. അതുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സസൈസുകൾ നൽകിയിട്ടുണ്ട്. ആ എക്സസൈസുകൾ ചെയ്ത് നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായോ അല്ലെങ്കിൽ കമന്റായോ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി കാണാം.